ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഈ ഒരു സാരി ഡിസൈൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു വൈറ്റ് ക്ലോത്തിലാണ് ചെയ്ത് കാണിക്കുന്നത്. ട്രേസിംഗ് പേപ്പറിൽ ഓൾറെഡി ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ വൈറ്റ് കളറിൽ സിൽക്ക് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. റെഡ്, ഗ്രീൻ ഈ 3 ഷെയ്ഡിൽ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ടുലിപ്പിൻ്റെ 14 സൈസ് നീഡിൽ, ഹീറ്റ് എറേസബിൾ പെൻ, ഇത്രയും മെറ്റീരിയൽസാണ് വേണ്ടുന്നത്. ഞാനിവിടെ ഈ ഒരു തുണിക്കകത്ത് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സാരിയുടെ അരികു ഭാഗമായിട്ട് കണക്കാക്കുക, സിൽവർ എഡ്ജായിട്ട്. അപ്പം ഇതൊരു റഫ് ക്ലോത്ത് ആയതുകൊണ്ടാണ് നമ്മൾ സാരിയെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അരികു ഭാഗം നമ്മൾ വേറൊരു തുണി വെച്ചടിക്കും, എന്നിട്ടാണ് നമ്മൾ ഫ്രെയിമിലിടുന്നത്. അതിനുശേഷം ഡിസൈൻ ഇതേപോലെ വെക്കുക. ഞാനിവിടെ ഡിസൈൻ ഒരു 1/4 ഇഞ്ച് മാറ്റിയിട്ടാണ് വരച്ചിട്ടുള്ളത്. കാരണം ഞാനൊരു വൈറ്റ് കളറിലെ പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട്. പൈപ്പിംഗ് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ സാരിയുടെ അരികു ഭാഗം കുറച്ച് കട്ടിയായിരിക്കും, ഭംഗിയായിരിക്കും. നമുക്ക് പൈപ്പിംഗ് തന്നെ കൊടുക്കണമെന്നില്ല, ലേസോ അല്ലെന്നുണ്ടെങ്കിൽ റിബണോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അതനുസരിച്ചിട്ട് വേണം നമ്മൾ സൈഡിൽ ഡിസ്റ്റൻസ് ഇടാൻ. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഡിസൈൻ മൊത്തം വരച്ചെടുക്കണം. ഇനി ഫ്ലവർ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ റെഡ് കളറിലെ ത്രെഡ് 2 സ്ട്രാൻഡായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു ലോങ് സ്റ്റിച്ച് കൊടുത്ത് ലോക്ക് ആക്കിയതിന് ശേഷം വീണ്ടും ഒരു ഷോർട്ട് സ്റ്റിച്ച്, വീണ്ടും ചെറിയൊരു ലോക്ക് കൊടുത്തതിന് ശേഷം മുകളിൽ വന്ന് വീണ്ടും ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് കൊടുത്ത് വീണ്ടും ആ ത്രെഡ് താഴെ കൊണ്ടുവന്ന് ഒരു ലോക്ക് ഇട്ടതിന് ശേഷം വീണ്ടും മുകളിൽ കൊണ്ടുവന്ന് ഒരു ലോക്ക് ഇട്ട് കൊടുക്കുക. വീണ്ടും അതിൻ്റെ പകുതി ഷോർട്ട് സ്റ്റിച്ച് ഇട്ടിട്ട് ഒരു ലോക്ക് ഇട്ട് കൊടുക്കുക. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഫ്ലവറിനൊരു ഷേപ്പ് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ സെയിം മെത്തേഡ് തന്നെയാണ്. ഇത് മൊത്തം നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ പെറ്റിൽസ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം ത്രെഡ് തന്നെ എടുത്ത് 2 സ്റ്റാൻഡ് എടുത്തതിന് ശേഷം ഈ ഓരോ പെറ്റിൽസിൻ്റെ അരികിലായിട്ട് ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് ഫിനിഷ് ആക്കി എടുക്കാം. ഇനി സെൻറ്റർ പോർഷൻ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് 2 സ്റ്റാൻഡ് വൈറ്റ് കളർ സിൽക്ക് ത്രെഡ് എടുത്തതിന് ശേഷം ഒരു ലോങ് സ്റ്റിച്ച് കൊടുത്ത് മുകളിൽ ഒരു കുട്ടി ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് വീണ്ടും താഴെ കൊണ്ടുവന്ന് വീണ്ടും ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. വീണ്ടും മുകളിൽ ആ ത്രെഡ് കൊണ്ടുവന്ന് ലോക്ക് കൊടുത്ത് ആ ത്രെഡ് വലിച്ച് താഴെ കൊണ്ടുവന്നിട്ട് വീണ്ടും ഒരു ലോക്ക് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നതിന് ലോഡിംഗ് സ്റ്റിച്ച് എന്ന് പറയും. ലോഡിംഗ് സ്റ്റിച്ചിന് പകരം ചെയിൻ സ്റ്റിച്ച് കൊടുത്തും നമുക്ക് ഫില്ല് ചെയ്യാം. ഫില്ലിങ്ങിന് പല രീതിയിലുള്ള സ്റ്റിച്ചുകളുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ബീഡ്സ് വെക്കാം. പക്ഷേ ഈ വൈറ്റ് കളർ വരുന്നതാണ് കുറച്ചുകൂടെ ഭംഗി, അതുകൊണ്ടാണ് സിൽക്ക് ത്രെഡ് തന്നെ ഉപയോഗിച്ച് സെൻറ്റർ പോർഷൻ ഫില്ല് ചെയ്തെടുത്തത്. ഇനി അതിനുശേഷം പെറ്റൽസിൻ്റെ സൈഡ് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ്റെ സൈഡിലും നമുക്ക് ഫില്ല് ചെയ്തെടുക്കണം. 2 സ്റ്റാൻഡ് ത്രെഡ് എടുത്തതിന് ശേഷം ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് ഫിനിഷ് ആക്കി എടുക്കുക. ഇനി ഈ സ്റ്റെമ്മും ലീഫും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഗ്രീൻ കളർ ത്രെഡ് എടുത്തിട്ട് 2 സ്റ്റാൻഡായിട്ട് എടുത്തിട്ടുണ്ട്. ആദ്യം ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു ലോങ് സ്റ്റിച്ച് കൊടുക്കുക. വീണ്ടും ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് ഈ ത്രെഡ് ബാക്കിൽ പോയിട്ട് നമ്മൾ നേരത്തെ എടുത്ത ലോങ് സ്റ്റിച്ചിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. വീണ്ടും താഴത്തേക്ക് കൊണ്ടുവന്ന് ഒരു ലോങ് സ്റ്റിച്ച് കൊടുത്ത് ചെറിയൊരു ലോക്ക് കൊടുക്കുക. വീണ്ടും റിവേഴ്സ് പോയിട്ട് നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ സൈഡിലായിട്ട് മാറ്റി വീണ്ടും ഒരു ലോക്ക് കൊടുക്കുക. വീണ്ടും ആ ത്രെഡ് താഴേക്ക് വലിച്ച് വീണ്ടും ഒരു ലോങ് സ്റ്റിച്ച് കൊടുത്ത് വീണ്ടും ഒരു ലോക്ക് കൊടുക്കുക. നേരത്തെ എടുത്ത് ലോങ് സ്റ്റിച്ചിൻ്റെ എൻഡിലായിട്ട് വേണം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ റൈറ്റ് സൈഡിലോട്ട് മാറ്റിയാണ് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവസാനം വരെ റൈറ്റ് സൈഡിലോട്ട് തന്നെ ആയിരിക്കണം സ്റ്റിച്ച് ചെയ്യേണ്ടത്. ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ ആയിരിക്കണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ തന്നെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ലീഫ് എങ്ങനെ ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഗ്രീൻ കളർ ത്രെഡ് എടുക്കുക, 2 സ്റ്റാൻഡായിട്ട് എടുക്കുക. അതിനുശേഷം ഒരു ലോങ് സ്റ്റിച്ച് കൊടുത്ത് ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. വീണ്ടും മുകളിൽ കൊണ്ടുപോയിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് ആ ത്രെഡ് താഴേക്ക് കൊണ്ടുവന്ന് ഒരു ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. വീണ്ടും മുകളിലേക്ക് പോവുക, ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. വീണ്ടും ആ ത്രെഡ് താഴേക്ക് കൊണ്ടുവന്ന് ഒരു ലോങ് സ്റ്റിച്ച് കൊടുത്ത് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ഇത് നമ്മൾ ഈ ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷനിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്.
ലോഡിങ് സ്റ്റിച്ച് ലീഫിൻ്റെ ഷേപ്പിൽ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ലീഫ് ഫില്ല് ചെയ്യുന്നത് പല രീതിയിലുള്ള മെത്തേഡുകളുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷന് ചുറ്റും എല്ലാം ചെയ്തില്ല, അതുപോലെ തന്നെ നമുക്ക് ലീഫിൻ്റെ ചുറ്റും ഇതേപോലെ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് ഫിനിഷ് ആക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ലീവ്സ് എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.